പറയുന്നത്. ഇതിനെല്ലാം ഉപരി he is a footballer himself. ഒരുപക്ഷെ സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് പ്രാദേശികമായിട്ട് നിരവധി ഫുട്ബോൾ ടീമുകളിലൊക്കെ മത്സരിച്ചുന്ന ഒരു ഫുട്ബോൾ എൻതൂസിയാസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം ലുക്മാൻ. ആൻഡ് ഹി ഈസ് ഹിയർ വിത്ത് us to celebrate soccer carnival with us. ശരിക്കും ലുക്മാൻ നമ്മുടെ ചേട്ടൻ്റെ ആ ഒരു മൊമെന്റ് ലൈവ് ആയിട്ട് ടിവിയിൽ കണ്ട ആളാണ്. ആൻഡ് എത്രത്തോളം നിങ്ങളെ അത് കോരിത്തെരിപ്പിച്ചു എന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മളിത് എത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സ്ക്രീനിൽ ഇത് കണ്ടപ്പോൾ പോലും എല്ലാം എനിക്ക് കോരിത്തരിച്ച് രോമണീച്ചെന്ന് അത് ആ ഗോൾ അത്രത്തോളം അതിന്റെ ജെന്യൂനിറ്റി ആണ്. അതിൽ ഇപ്പൊ എപ്പോഴും സുശാന്തിന്റെ നേരത്തെ സംസാരിച്ച് പറഞ്ഞു അതിന്റെ പുറകെ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ആ ഒരു മൊമെന്റിനെ കണ്ടത്, ആ മൊമെന്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞത് അത് അത്രയും കാലത്തെ ഹാർഡ് വർക്ക്, അത് കുറെ മനസ്സിൽ ആഗ്രഹിച്ച് ഉറങ്ങാത്ത രാത്രികൾ, അതെല്ലാം ഒറ്റ കിക്കില് ഒറ്റ ടൈമിൽ അത് സെക്കൻഡ്സിൽ തോന്നുന്ന ഒരു ഡിസിഷനിൽ എടുക്കുന്ന ഒരു കിക്കാണ്. അത് അത്രയും ലോങ് ഷൂട്ടാണത്. അപ്പൊ ആ ഗോളിന്റെ പൊസിഷൻ എല്ലാം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വന്ന ഒറ്റ സെക്കൻഡ് എടുത്ത കിക്കാണത്. അപ്പോൾ അത് ഏത് സമയത്തും അത് എങ്ങനെ വന്നാലും നമ്മളൊന്ന് കുറച്ച് സ്റ്റെക്കാവും, നമ്മൾ സുശാന്തന്റെ ഫാനായി പോകും. അതിനൊരു മാറ്റമില്ല. ഈ പറഞ്ഞ പോലെ ഫുട്ബോള് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് ഫുട്ബോൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ ഉറങ്ങാതെ പുലർച്ചെ 3 മണിക്കും അല്ല ഇപ്പൊ ഇല്ല. ഞാൻ ഗോൾ കീപ്പർ ആയിരുന്നു. ഞങ്ങളുടെ സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുതിരുപ്പറമ്പിന്റെ ഭയങ്കരമായ ഗോൾ കീപ്പർ ആയിരുന്നു. കുറച്ചുകാലൊക്കെ ഗോൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറെ ക്ലബുകൾക്കൊക്കെ ഗോൾ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ സിനിമയിലോട്ട് വന്നപ്പോൾ പിന്നെ അത്തരം കളികൾ കുറഞ്ഞു. ഇപ്പൊ ഗ്രൗണ്ടും ഭയങ്കര കുറവാണല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ സംസാരിക്കുമ്പോൾ പറഞ്ഞു നമ്മള് അന്ന്